ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു വാർഡ്രോബ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും വാർഡ്രോബ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്തുകൾ, ഇപ്പോൾ നമ്മുടെ സാരി ആണെങ്കിലും അതുപോലെ തന്നെ പാൻസ് ആണെങ്കിലും ഷർട്ട് ആണെങ്കിലും സൽവാർ ആണെങ്കിലും ഇതെല്ലാം മടക്കി നമ്മൾ എടുത്ത് വെക്കുന്നതിനായിട്ടുള്ള സ്റ്റോറേജ് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഹാങ് ചെയ്തിടുന്നതിനായിട്ടുള്ള കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ജ്വല്ലറീസ്, ഓർണമെന്റ്സ്, അതുപോലെ തന്നെ പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുന്നതിന് ഡ്രോവർ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ കൂടുതൽ കേസുകളിലും നമ്മൾ മിസ് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ വൺ ടൈം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സ് നമ്മളത് എവിടെ ഹാങ് ചെയ്ത് വെക്കുന്നു എന്നുള്ളത്. കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് വോളിൽ ഹുക്ക് കൊടുത്ത് അതിൽ ഹാങ് ചെയ്തിടുന്നതോ അല്ലെങ്കിൽ ഒരു ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ആങ്കറിന്റെ മുകളിൽ കൊളുത്തിയിടുന്നോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ബാസ്ക്കറ്റ് വെക്കുന്നോ അല്ലെങ്കിൽ കട്ടിലിന്റെ മുകളിൽ എടുക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ട് ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ നമ്മൾ ക്ലോത്ത് ഹാങ് ചെയ്തിടുമ്പോൾ അത് ആ റൂമിന്റെ ആംബിയൻസ് നല്ല രീതിയിൽ തന്നെ എഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വൺ ടൈം യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്തുകൾ നമ്മൾ ഹാങ് ചെയ്തിടുന്നതിന് വരുന്ന ഒരു ഹിഡൻ സ്റ്റോറേജ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതായത് വാർഡ്രോബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ്. അപ്പൊ അത് രണ്ട് രീതിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയും പല മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇതൊരു പുൾ ഔട്ട് പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആവശ്യമുള്ള സമയത്ത് അത് പുൾ ചെയ്ത് പുറത്തോട്ട് വലിക്കാനും അത് കഴിഞ്ഞ് നമ്മൾ ക്ലോത്ത് ഹാങ് ചെയ്തതിന് ശേഷം നമുക്ക് അത് പുൾ ചെയ്ത് അത് ക്ലോസ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഓപ്ഷനാണ് നോർമൽ ആയിട്ടുള്ള ഡോർ ഷട്ടർ പോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. വാർഡ്രോബിന് റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കൊടുത്ത് അതിന്റെ ഒരു രണ്ടിലായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഡോർ ഷട്ടർ കൊടുക്കുന്നു. അപ്പൊ അതിൽ നമ്മൾ വൺ ടൈം യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്തുകൾ ഹാങ് ചെയ്തിടുന്നതിന് വേണ്ടുന്ന ഫിറ്റിങ്സ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. അതോടുകൂടി തന്നെ കുറച്ച് ലെഡ്ജ് കാര്യങ്ങൾ നമ്മളിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ക്യാപ്പോ അല്ലെങ്കിൽ ബെൽറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആ റൂമിന്റെ ഒരു ആംബിയൻസിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഹൈഡ് ആയിട്ട് വെക്കാനായിട്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറേജ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാനും പുറമേ നിന്ന് ഒരാൾ വരുമ്പോഴാണെങ്കിലും അങ്ങനെ ഒരു വൃത്തികേടായിട്ടുള്ള രീതിയിൽ നമ്മൾ റൂം കിടക്കില്ല. ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നതായിട്ട് ഈ ഒരു സ്റ്റോറേജ് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ അതിൽ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്റൂം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുക. അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.